വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 5ാം ക്ലാസ്സിലെ CBSEയുടെയും കേന്ദ്ര വിദ്യാലയത്തിൻ്റെയും മാത്സിൻ്റെ ടെസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിൻ്റെ വർക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ട്. വർക്ക് ബുക്കിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ നമ്പേഴ്സ് അപ് ടു 99, 99, 99, 99 കണ്ടോ, എത്ര 9 ഉണ്ടെന്നുണ്ടോ. അപ്പോൾ അത് കൂട്ടി വായിക്കണം. അതായത് 99 crore, 99 lakh, 99,999 ആണ് കേട്ടോ. 99 കോടി 99,99,999 എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കിത് വായിക്കാൻ ഇത് എന്തുവായില്ലേ എത്ര 9 നിരത്തി വെച്ചിരിക്കുന്നത്, അത് വായിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ, പൊതുവേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആദ്യമേ എന്താവും നിങ്ങളെ സ്മാളസ്റ്റ് 1 ഡിജിറ്റ്, ലാർജസ്റ്റ് 1 ഡിജിറ്റ് ആദ്യമേ ഇത് അറിയണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് സ്മാളസ്റ്റ് 1 ഡിജിറ്റ്, ലാർജസ്റ്റ് 1 ഡിജിറ്റ്, ഇതിനൊക്കെയുള്ള എളുപ്പവഴി ഞാൻ പറയാം. അപ്പം നിങ്ങൾക്ക് മറക്കത്തില്ല കേട്ടോ. നോക്കണേ, സ്മാളസ്റ്റ് 1 ഡിജിറ്റ് എന്ന് കേൾക്കുമ്പോഴേ ഒരു അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ 1 ആണ് കേട്ടോ, 1 ആണ്. ലാർജസ്റ്റ് 9 ആണെങ്കിൽ 1 ഡിജിറ്റാണ് എന്ന് വെച്ചാൽ ഒരു അക്കമുള്ള ഏറ്റവും വലുത് 9ഉമാണ് കേട്ടോ. ഒരു മാർക്കിനൊക്കെ ചോദിക്കുവേ, എഴുതിക്കോണേ കേട്ടോ. അതുപോലെ തന്നെ സ്മാളസ്റ്റ് 2 ഡിജിറ്റ് 10 ആണ്, ലാർജസ്റ്റ് 2 ഡിജിറ്റ് 99 ആണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ സ്മാളസ്റ്റ് 3 ഡിജിറ്റ് 100 ആണ്, ലാർജസ്റ്റ് 3 ഡിജിറ്റ് 999 ആണ്. സ്മാളസ്റ്റ് 4 ഡിജിറ്റ് 1000 ആണ്, ലാർജസ്റ്റ് 4 ഡിജിറ്റ് 9,999. ഇതിൻ്റെ ഒരു ക്ലൂ എന്തുവെന്ന് പറയട്ടെ. ഞാൻ എഴുതിയിട്ട് അങ്ങ് പറയാം. സ്മാളസ്റ്റ് 5 ഡിജിറ്റ് അല്ലേ, അപ്പം 10,000 ആണ്. എന്ന് വെച്ചാൽ മൊത്തവും കൂടി 5 എണ്ണം വരണമെന്ന്. 5 ഡിജിറ്റ് ആകുമ്പോൾ മൊത്തവും കൂടി 5. ലാർജസ്റ്റ് 5 ഡിജിറ്റ്, അപ്പം 5 9 വരും. അതായത് കണ്ടോ, 1s, 10s, 100, 1000, 10,000. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മൊത്തം 5 എണ്ണം വരണം. ഒരെണ്ണം കൂടെ എഴുതിയിട്ട് ഞാൻ എൻ്റെ എളുപ്പവഴി പറയാം. സ്മാളസ്റ്റ് 6 ഡിജിറ്റ്, ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4 പൂജ്യം അല്ലേ. അപ്പോൾ ഇനി 5 പൂജ്യം. സ്മാളസ്റ്റ് എന്ന് വെച്ചാൽ മൊത്തോടെ കൂട്ടുമ്പോൾ 6 എണ്ണം വരണം. 1, 2, 3, 4, 5, 6. ലാർജസ്റ്റ് 6 ഡിജിറ്റ്, അപ്പം 6 9 എഴുതണം. 1, 2, 3, 4, 5, 6. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനുള്ള എളുപ്പവഴി എന്താ നിങ്ങൾക്ക് കുറേ പേർക്ക് മനസ്സിലായി കാണും. നോക്കൂ കുഞ്ഞുങ്ങളെ, ലാർജസ്റ്റ് 6 ഡിജിറ്റാ. ലാർജ് എന്ന് കേൾക്കുമ്പോഴേ 9ലാണ് തുടങ്ങുന്നത്. എന്താ കുഞ്ഞുങ്ങളെ, ലാർജസ്റ്റ് എന്ന് എവിടെ കേട്ടാലും 6ഓ 4ഓ 5ഓ കേട്ടോ, ഏത് കേട്ടാലും 9ലാണ് തുടങ്ങുന്നത്. ലാർജസ്റ്റ് 5 ആണെങ്കിൽ 5 9 അങ്ങിട്ട് കൊടുക്കണം. ലാർജസ്റ്റ് 6 ആണെങ്കിൽ 6 9 അങ്ങിട്ട് കൊടുക്കണം കേട്ടോ. ലാർജസ്റ്റ് 4 ആണെങ്കിൽ 4 9 എന്ന് വെച്ചാൽ 4 9 4 9 എന്നല്ല, 1 2 3 4 9 ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? നമ്മളോട് എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് 9,999 എന്നല്ല എഴുതാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് അറിയണം. ഇപ്പം പിടികിട്ടിയോ? നമ്മളോട് ഇതിൻ്റെ നമ്പർ നെയിം എഴുതാൻ ചോദിക്കുവാണെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. അല്ലാതുള്ള എളുപ്പവഴി പറഞ്ഞതാവും നിങ്ങളെ. മനസ്സിലാവുന്നുണ്ടോ? എന്താ ഇപ്പം നമ്മളോട് ചോദിക്കുക, സ്മാളസ്റ്റ് 4 ഡിജിറ്റ് ആണെങ്കിൽ എന്തോ ചെയ്യണമെന്നറിയോ? സ്മാളസ്റ്റ് 4 ഡിജിറ്റ് ആണെങ്കിൽ ഇപ്പം നിങ്ങൾ മൊത്തം 4 ഡിജിറ്റ് വരണം. അപ്പോൾ 0 പൂജ്യത്തിലാണെന്ന് ഓർത്തേ. 1 2 3 4 കണ്ടോ, 4 അക്കം വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങളോട് സ്മാളസ്റ്റ് 7 ഡിജിറ്റാണ് ചോദിക്കുന്നതെങ്കിലോ, സ്മാളസ്റ്റ് 7, അപ്പം 1 2 3 4 5 6 7 കേട്ടോ. ഈ ഒരു ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. ചെറുതാണെങ്കിൽ 0ൻ്റെ കാര്യമാണ്. കണ്ടോ, 1 എന്നിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കണം. കണ്ടോ, ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇങ്ങോട്ട് എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയാണ്. അതല്ല ലാർജസ്റ്റ് ആ ചോദിക്കുന്നെങ്കിൽ 9ലാണ് തുടങ്ങുന്നത്. ഇപ്പം ലാർജസ്റ്റ് 8 ഡിജിറ്റ് ചോദിക്കുകയാണെങ്കിൽ 8 9 8 9 അങ്ങിട്ട് വെച്ചാൽ മതി. ഇപ്പം പിടികിട്ടിയോ? 10 ഡിജിറ്റ് ആണെങ്കിലോ, ലാർജസ്റ്റ് 10 ഡിജിറ്റ് ആണെങ്കിലോ എന്താ 10 9 ഇടുക എന്ന് പറഞ്ഞു കേട്ടോ. സ്മാളസ്റ്റ്
6 ഡിജിറ്റ് ആണെങ്കിലോ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ എഴുതിയായിരുന്നു അല്ലേ? മൊത്തം എത്ര വരണം? സ്മാളസ്റ്റ് 6 ഡിജിറ്റ് ആണെങ്കിൽ മൊത്തം 6. ഇതിപ്പോൾ 7ൻ്റെ അല്ലേ? 1 2 3 4 5 6 7. ഇത് സ്മാളസ്റ്റ് 7 ഡിജിറ്റ് ആണ് കേട്ടോ. 7 ഡിജിറ്റ് മൊത്തം എണ്ണി നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ കേട്ടോ. മൊത്തം നമ്പർ കൂടെ എണ്ണി നോക്കുക. സ്മാളസ്റ്റ് ആണെങ്കിൽ മൊത്തം 7 എണ്ണം പറഞ്ഞു. 1 2 3 4 5 6 7 കേട്ടോ. സ്മാളസ്റ്റ് 7. ഇനി സ്മാളസ്റ്റ് 6 ആണെങ്കിലോ ഇതിനകത്ത് നിന്ന് ഈ ഒരു 0 മാറ്റിയിട്ട് ബാക്കി വരും. സ്മാളസ്റ്റ് 5 ആണെങ്കിലോ കണ്ടോ ഇങ്ങനെ കുറഞ്ഞും വരും. ഇതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറേയൊക്കെ മനസ്സിലായി കാണുമല്ലോ. ലാർജസ്റ്റ് ഇപ്പോൾ 5ഓ 6ഓ 7ഓ നമ്പർ ചോദിക്കുന്നെങ്കിൽ എത്രയാണോ ചോദിക്കുന്നത് അത്രയും 9 അങ്ങിട്ട് വെച്ചാൽ മതി കേട്ടോ. സ്മാളസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ തിരിച്ച് തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് അങ്ങ് മൊത്തം ഇപ്പം 6 അല്ലെ 6 ഡിജിറ്റ് ആണെങ്കിൽ 6 0 കേട്ടോ. 6 ഡിജിറ്റ് ആണെങ്കിൽ 5 0യും ഒരു 1 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ മൊത്തം നമ്പർ 6 എണ്ണമായില്ലേ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? കേട്ടോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് പാഠത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. നോക്കിയേ, നമ്മൾ ഇതിനകത്തിൽ ആദ്യം പഠിക്കേണ്ട എന്താണെന്നറിയോ? ഫസ്റ്റ് വർക്ക് പറഞ്ഞത് റൈറ്റ് ദ പീരീഡ്. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റൈറ്റ് ദ പീരീഡ്, പ്ലേസ് ആൻഡ് പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഓഫ് ദ എൻസർക്കിൾഡ് ഡിജിറ്റ് ഇൻ ദ ഫോളോയിങ് ന്യൂമറൽസ്. റൈറ്റ് ദ പീരീഡ്, പ്ലേസ് ആൻഡ് പ്ലേസ് വാല്യൂ. എന്താണ് ഈ പീരീഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാലയളവ് എന്നല്ല അതിൻ്റെ പീരീഡുകൾ അല്ലെ, പ്ലേസ് അല്ലേ, പ്ലേസ് വാല്യൂ. ഇത് മൂന്നും കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഈ പീരീഡ് എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. എന്താ നിങ്ങൾ ഈ പീരീഡ് എന്ന് മാത്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1s 10s 100 1000 എന്നല്ലേ ഒരു കണക്കിനകത്തുള്ള ഒരു നമ്പർ എടുക്കുമ്പോൾ ഇങ്ങനെ 1s 10s 100 1000 10,000 എന്നിങ്ങനെ ലെഫ്റ്റിലോട്ടാണ് നമ്മളെപ്പോഴും ചെല്ലുന്നത്. ഒരിക്കലും തിരിച്ച് ചെല്ലല്ലേ കേട്ടോ. എപ്പോഴും ലെഫ്റ്റിലോട്ടാണ് നമ്മളെപ്പോഴും ചെല്ലുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാ? 1s 10s 100 1000 10,000 ലാക്ക് എന്നും പറഞ്ഞാൽ അല്ലേ? അപ്പോൾ അതിനകത്തിലെ ആ 1s 10s 100 എന്ന് പറയുന്നതാ കുഞ്ഞുങ്ങളെ എന്താ? 1s 10s 100 എന്ന് പറയുന്നതാണ് 1 പീരീഡ്, ഒന്നാമത്തെ പീരീഡ്. മനസ്സിലായോ? പീരീഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? 1s 10s 100 1 പീരീഡ്. പിന്നോ 1000 10,000 എന്ന് വെച്ചാൽ 1000ൻ്റെ കുടുംബം, അവർ 1000കാരാണല്ലോ, അത് 1000ൻ്റെ പീരീഡാണ്. 1 പീരീഡ്, 1000ൻ്റെ പീരീഡ്, 1s എന്ന് വെച്ചാൽ 1 പീരീഡ് എന്ന് വെച്ചാൽ 1s പീരീഡ്, 1000 പീരീഡ്, ലാക്സ് പീരീഡ്. ഈ 3 പീരീഡ് നിങ്ങൾ അറിയണം. പിന്നെ ക്രോർ പീരീഡ് ഉണ്ട്, ക്രോറിൻ്റെ അല്ലേ, കോടികളുടെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മൾ ഇത്രയും മിനിമം പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ച പീരീഡ്സുകളെ കുറിച്ചും പ്ലേസുകളെ കുറിച്ചും പ്ലേസ് വാല്യൂവിനെ കുറിച്ചുമാണ്. പീരീഡ് മനസ്സിലായോ? തെറ്റിപ്പോവല്ലേ. 1s 10s 100 ആണ് 1 പീരീഡ്. നിങ്ങൾ ഇതുവരെ പഠിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനും ഇതുവരെ ടെസ്റ്റ് കണ്ടില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ പ്ലേസും പ്ലേസ് വാല്യൂ ഒക്കെ നമുക്കറിയാം. നോക്കാം. അവരൊന്നാമത്തെ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, 48624 എന്നാണ്. നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ എഴുതുമ്പോൾ നമ്മളെപ്പോഴും ഏത് സിസ്റ്റമാണെങ്കിലും ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ചെല്ലി നോക്കുന്നത്. 1s 10s 100 1000 10,000 അല്ലേ? അപ്പം നമ്മൾ നോക്കിയോ നിങ്ങളെ, ഇവിടെ കോമ ഇടുന്നത് എവിടെ ആയിരിക്കും? 1s ഓരോ പീരീഡ് കഴിയുമ്പോഴുമാണ് ഓരോ കോമ കൊടുക്കുന്നത്. പീരീഡ് നോക്കിയാൽ 1s 10s 100 അല്ലേ? അത് കഴിഞ്ഞപ്പം കോമ. പിന്നെ ഇത് രണ്ടും 1000ൻ്റെയാണ്. മനസ്സിലായല്ലോ? 1s 10s 100 1000 10,000. അപ്പോൾ ഇത് രണ്ടും ഒരു പീരീഡാണ്, ഇത് വേറൊരു പീരീഡാണ് അല്ലേ? 1sൻ്റെ പീരീഡും 1000ൻ്റെ പീരീഡുമാണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മളോട് ഫസ്റ്റ് ചോദിച്ചത് എന്തോന്നറിയോ? ഇവിടെ 8 സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് പീരീഡ് ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, 48,624 ആണ്. വായിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ. എന്താ കുഞ്ഞുങ്ങളെ? 48,624, അതായത് 48,624 എന്നാണ്. ഞാനിവിടെ അറിയാൻ വേണ്ടി കേട്ടോ, 1s 10s 100 1000 ഒക്കെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, ആദ്യമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഒന്നറിയാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അറിയാമല്ലോ, 1s 10s 100 1000 10,000 കേട്ടോ.
അപ്പോൾ നോക്കിക്കേ, ഇവിടെ 8 എന്ന് നമുക്കൊരു 8-നൊരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് പീരീഡാണ്, ഏത് പ്ലേസ് ആണ്, ഏത് പ്ലേസ് വാല്യൂ ആണെന്ന് അറിയാൻ വേണ്ടിയാണ്. മനസ്സിലായോ നിങ്ങളെ? ഒരു നമ്പർ തന്നിട്ട് ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് ഏതെങ്കിലും ഒരു ഡിജിറ്റിന് സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് പ്ലേസ്, പീരീഡ്, പ്ലേസ് വാല്യൂ ആണെന്ന് കണ്ടുപിടിക്കാൻ. നോക്കൂ നിങ്ങളെ, 1s, 10s, 100, 1000 എന്ന് പറയുന്നത് ഏത് പീരീഡിലാണ്? 1000-ന്റെ പീരീഡ്. അപ്പോൾ പീരീഡ്, പ്ലേസ് വാല്യൂ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ പീരീഡ് എന്ന് പറയുന്നത് നോക്കിയേ, എത്രാമത്തെയാ പീരീഡ്? 1000-ന്റെ ആണ് അല്ലേ? 1s, 10s, 100, 1000. അപ്പോൾ പീരീഡ് എന്ന് എഴുതിയിട്ട് അത് 1000-ന്റെ ആണ്. ഇപ്പോൾ പിടികിട്ടിയോ? പ്ലേസ് എന്ന് പറയുന്നത് എന്താ? 1s, 10s, 100, 1000. അതും 1000-ൽ തന്നെയാണ് അല്ലേ? ഏതാ? 8 എന്ന് പറയുന്നതും 1000 തന്നെയാണ്. ഇനി അതിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? 1s, 10s, 100, 1000, 8 × 1000. അപ്പോൾ പിടികിട്ടുന്നുണ്ടോ? എല്ലാ എന്തോത്തിലാണ് വന്നത്? 1000-ന്റെ കുടുംബത്തിൽ തന്നെ വന്നത് അല്ലേ? 1000 അല്ലേ? പ്ലേസ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 8 × 1000, 8000. ഈ 3 എഴുതാനാണ് നിങ്ങളോട് ഫസ്റ്റ് വർക്ക് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പിടികിട്ടില്ലോ പീരീഡും പ്ലേസും. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കേ, 30,952. ഇവിടുത്തെ പീരീഡ് ഏതാ നിങ്ങളെ? 1s, 10s, 100, 1000. അപ്പോൾ 0 എന്ന് വെച്ചാൽ 1000-ന്റെ ആണ്. പീരീഡ് 1000 ആണ്. അതിൻ്റെ പ്ലേസും 1000 ആണ്. പക്ഷേ അവിടെ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? 0 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ 0 പ്ലേസ് വാല്യൂ. ഇത് ചില മിക്കവാറും ഉള്ളവർ ഇവിടെയും 1000 എന്ന് എഴുതി വെക്കും. തെറ്റാണോ നിങ്ങളെ? അവിടെ 0 ആണ് അവിടുത്തെ പ്ലേസ് വാല്യൂ. ഓക്കെ ആണോ? അടുത്ത് നോക്കിക്കേ, ടെസ്റ്റിലെ എക്സസൈസ് ആട്ടോ. 9, 9, 7, 8, 3. അതായത് 1s, 10s, 100, 1000, 10,000 അല്ലേ? 1s, 10s, 100, 1000, 10,000. ഇവിടെ 8-നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇത് ഏത് പീരീഡിലാവും ഞാൻ വരുന്നത്? 10s എന്ന് പറയുന്നത് ഏത് പീരീഡിലാണ് വരുന്നത്? 1s കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇത് 1s 10s-ലാണ് സർക്കിൾ കൊടുത്തേക്കുന്നത് അല്ലേ? 10s എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതെന്തോ? 10s ഏത് പീരീഡിലാണ് വരുന്നത്? 1s-ന്റെ പീരീഡിലാണ്. അപ്പോൾ 1s. ഇനി അവിടുത്തെ പ്ലേസ് ഏതാണ്? 1s, 10s. ഇപ്പോൾ പിടികിട്ടുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് 1s ഇത് മനസ്സിലാവുമായിരിക്കും. എന്താവും നിങ്ങളെ? ഇത് ഏത് പീരീഡിലാണ് വരുന്നത്? പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 പീരീഡുകളാണ് അല്ലേ? 1s, 10s, 100-ഉം 1s-ന്റെ പീരീഡിലാണ്. അപ്പോൾ 8 എന്ന് പറയുന്നത് 1s ആണ്. ഇനി ഇത് ഏത് പ്ലേസിലാണ്, ഏത് സ്ഥലത്താണ് ഇത് കിടക്കുന്നത്? 1s, 10s-ലാണിത് അല്ലേ? 10s. അപ്പോൾ അതിൻ്റെ പ്ലേസ് വാല്യൂ എന്തുവാ? 8 × 10, 80. ഓക്കെ ആണോ? അടുത്തത് നോക്കിയേ, 1s, 10s, 100, 1000, 10,000, lakh. നോക്കൂ നിങ്ങളെ, ആ 4-നാണ് സർക്കിൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടുത്തെ പീരീഡ് ഏതാന്ന് നോക്കിക്കേ. 1s, 10s, 100, 1s-ന്റെ പീരീഡ്. 8-ഉം 1-ഉം 1000-ന്റെ പീരീഡ്. 4 എന്ന് പറയുന്നത് ലാക്സിൻ്റെ പീരീഡിലാണ് കേട്ടോ. പീരീഡ് ലാക്സ്. അപ്പോൾ അതിൻ്റെ പ്ലേസും ലാക്സ് തന്നെയാണ്. പ്ലേസ് വാല്യൂ എടുക്കുന്നത് അപ്പോൾ എന്താ? 4 × lakh. 4 × lakh, 4 lakh. എളുപ്പമല്ലേ? അതുപോലെ തന്നെ 2-ന് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1s-ന്റെ പ്ലേസിലാണ്. ഇപ്പം നിങ്ങൾക്ക് ആ മറ്റേ ഇത് പഠിച്ചോ? ഇതറിയാവുന്നവർക്ക് ഇത് എളുപ്പമാണ് അല്ലേ? നോക്കിയേ, 2 എന്ന് പറയുന്നത്, അതായത് ഇത് ലാസ്റ്റിലത്തെ 3 1s-ന്റെ പീരീഡിലായതുകൊണ്ട് 2 1s ആണ്. അത് കിടക്കുന്ന പ്ലേസ് ഏതാണ്? 10s-ലാണ് കിടക്കുന്നത്. അപ്പോൾ 2 × 10, 20 ആണ് അതിൻ്റെ പ്ലേസ് വാല്യൂ. അടുത്ത് നോക്കിക്കേ, 1s, 10s, 100, 1000, 10,000. 1000-ന്റെ പീരീഡിൽ അല്ലേ? 1000-ന്റെ പീരീഡിലാണ്. ഏതാണ് അവിടുത്തെ പ്ലേസ്? 10,000-ലാണ് അത് കിടക്കുന്നത്. ഇവിടെ 10,000-ൽ പ്ലേസ് വാല്യൂ കുഞ്ഞുങ്ങളെ 5 × 10,000, 50,000. കുറേയൊക്കെ പിടികിട്ടി കാണും അല്ലേ? എഴുതി പഠിക്കണം കേട്ടോ. ഇതങ്ങ് എഴുതി വൃത്തിയായിട്ട് എടുക്കണേ ബുക്കിനകത്തിലോട്ട്. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ടീച്ചർ പറയുമ്പോൾ എളുപ്പം എഴുതി കൊടുക്കാം കേട്ടോ. അടുത്ത റീറൈറ്റ് ദ ഫോളോയിങ് ഇൻ അസെൻഡിങ് ഓർഡർ. ഏത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണും ഒരു അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും. എന്താവും നിങ്ങൾ ഈ അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ചെറുതിൽ നിന്നും വലുതിലോട്ട് പോവുക. എന്താവും നിങ്ങളെ? ചെറുതിൽ നിന്നും വലുതിലോട്ട് പോവുക. അതായത് സ്മാൾ ടു ബിഗ് കേട്ടോ. ചെറുതിൽ നിന്നും വലുതിലോട്ട് പോവുക. ഇവിടെ നോക്കിക്കേ, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ അസെൻഡിങ് ഓർഡർ തരുമ്പോൾ നിങ്ങൾക്കൊരു എളുപ്പവഴി പറയട്ടെ. അപ്പോൾ നോക്കൂ ഞങ്ങളെ, അസെൻഡിങ് ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പം ചാടി കയറി നമുക്കെല്ലാം അങ്ങ് അറിയാം എന്ന് കരുതി ഒരിക്കലും എഴുതരുത്. നമ്മൾ ആദ്യമേ എന്തോ ചെയ്യുന്നറിയോ? ഈ ഡിജിറ്റുകളൊന്ന് പറക്കി ഇതാണ്ട് താപ്പോട്ട് എഴുതണം കേട്ടോ. ഇതൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റത്തേയില്ല, ഞാൻ ഗ്യാരണ്ടി. നോക്കൂ ഞങ്ങളെ, ഫസ്റ്റ് 4, 83, 6, 5, 4. വേണ്ട, കോമയെ കറക്റ്റ്. കാരണം ഇന്ത്യൻ ആയതുകൊണ്ട് 3, 2, 2, 2 എന്ന് പറഞ്ഞാൽ പോകുന്നത് കേട്ടോ. അറിയാമായിരിക്കുമല്ലോ. അടുത്ത് നോക്കിയേ, 43, 8, 6, 5. അടുത്ത് നോക്കിയേ, 4, 38, 6, 5, 4. അടുത്ത 4, 3, 8,
8 5 4. ആൻഡ് ഇതാണ് നമ്മുടെ അസെൻഡിങ് ഓർഡർ. തെറ്റാതിരിക്കാൻ വേണ്ടി ഒരു എളുപ്പവഴി പറയാം കുഞ്ഞുങ്ങളെ കേട്ടോ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ചെറുതിൽ നിന്നും വലുതിലോട്ടാണ്. ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഏറ്റവും ചെറിയ ആളാരാണ്? ഇതാണ് അല്ലയോ കുഞ്ഞുങ്ങളെ? ഏറ്റവും ചെറുതിതല്ലയോ? സംശയമുണ്ടോ? കാരണം നോക്കിക്കേ, ബാക്കിയുള്ളതിനെല്ലാം 1 2 3 4 5 6, 1 2 3 4 5 6. ഇത് നോക്കിയേ 2 3 4 5 എണ്ണയുള്ളൂ. അപ്പോൾ ഏറ്റവും ചെറിയ ആളിനെ കിട്ടി. ഓക്കെ ആണോ? ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ടതുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഇതെല്ലാം 4. അപ്പോൾ അത് 4ലാണ് തുടങ്ങുന്നതെന്ന് അറിയാം, രണ്ടാമത്തെ അല്ലേ? അത് കഴിഞ്ഞ് നോക്കിക്കേ, ഇത് 8 3. അപ്പം 3 അല്ലേ തുടങ്ങേണ്ടത് അല്ലേ? 38 38. ഈ 38 32 ഒരുപോലെ വന്നതുകൊണ്ട് അത് ഏതാണെന്ന് സംശയമാണ്. 38 ഏറ്റവും ചെറുത്, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ചെറുത് ഏതാ കുഞ്ഞുങ്ങളെ? 6ഉം 8ഉം അല്ലേ? ഇവിടെ 6ഉം ഇവിടെ 8ഉം. അപ്പോൾ ഏറ്റവും ചെറുതാരാ? 6ആണ്. അപ്പം രണ്ടാമത്തത് അതാ വരുന്നത് ഇല്ലേ? അത് കഴിഞ്ഞിട്ടോ 38 80 ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇതാ വരുന്നത് 3. അത് കഴിഞ്ഞിട്ട് 4. ഇത് കാണുമ്പോൾ കുറേയൊക്കെ മനസ്സിലാവും. കാരണം ഫസ്റ്റ് ഏറ്റവും ചെറുത് എഴുതുക, അതിലും വലുത് വരുന്നത് ഏതാ? 38. ഇവിടെ നോക്കിയേ, ഡൗട്ട് അടിക്കല്ലേ, 2 38ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് 6 8. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 6 വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 8. അത് കഴിഞ്ഞിട്ട് 83. ഇപ്പോൾ പിടി കിട്ടിയോ? ഇങ്ങനെ എഴുതാമെങ്കിലേ നമുക്ക് തെറ്റത്തില്ല. അപ്പോൾ എന്നിട്ട് എന്താ ഇങ്ങനെ, അതായത് ഇതിനേക്കാൾ വലുത് ഇതാണ്. അതിനേക്കാൾ ഈ ആരോ മാർക്ക് ഇടുന്നതല്ല കുഞ്ഞുങ്ങളെ കേട്ടോ. കാരണം ഇതിനേക്കാൾ വലുത് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആരോ വലുതെന്നിങ്ങനെ, അതിനേക്കാൾ വലുതാണ് ഇത് കേട്ടോ. അങ്ങനെ എഴുതി പഠിക്കുന്നത് നല്ലതാണ്. മനസ്സിലായോ? അടുത്തത് നോക്കിക്കേ, 9 91 0 8 9. പിന്നെ 2 4 5 എണ്ണേ ഉള്ളൂ. മറ്റേ നോക്കിയേ 3 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഇപ്പുറത്ത് വരും 10 849 3 6. അത് 3 എണ്ണം ഉണ്ട്. 19 0 9 8 9 14 0 8 9. ഇത് ഇത്രയാണ് സംഖ്യ. ഇത് കാണുമ്പോഴേ അറിയാം ഏറ്റവും ചെറുത് ഏതാവും ഞങ്ങളെ? ഏറ്റവും ചെറുത് തണ്ടിതാ 1. അത് കഴിഞ്ഞ് നോക്കിക്കേ 9 ആണ്. അത് കഴിഞ്ഞ് നോക്കൂ കുഞ്ഞുങ്ങളെ 10 അല്ലേ? 10 അല്ലേ വരുന്നത്? അപ്പോൾ അത് രണ്ടാമത്തെ. 10 കഴിഞ്ഞിട്ട് പിന്നെ ഏതാ? 19 ആണോ 14 ആണോ? 14ആണ്. അപ്പോൾ അത് മൂന്നാമത്തെ. അത് കഴിഞ്ഞ് 4ാമത്തെ. എളുപ്പമല്ലേ ഇങ്ങനെ എഴുതുമ്പം? പക്ഷേ എഴുതുമ്പോൾ നിങ്ങൾ അതിൻ്റേതായ നേരെ വേണം എഴുതാൻ. ഇവിടെ നോക്കി, ഇതെല്ലാം കോമ ഒരുമിച്ച ഇത്. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് മുതൽ വലുത്. ഇനി അതല്ല കുഞ്ഞുങ്ങളെ, ഇത് അസെൻഡിങ് ആണ്. നിങ്ങളോട് ഡിസെൻഡിങ് ചോദിക്കുന്നതെങ്കിൽ വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതിക്കോണം. എന്താ? ഡിസെൻഡിങ് ആണെങ്കിൽ വലുതിൽ നിന്നും ചെറുതിലോട്ട്, ലാർജ് ടു സ്മാൾ കേട്ടോ. അപ്പോൾ ഏറ്റവും വലുത് ഇത് എഴുതുക കേട്ടോ. എന്നിട്ട് അതിൽ ചെറുത്, അതിൽ ചെറുത്, അതിൽ ചെറുത്. അപ്പോൾ പിടി കിട്ടിയോ? അപ്പോൾ അസെൻഡിങ്ങും ഉണ്ട് ഡിസെൻഡിങ്ങും ഉണ്ടെന്ന് ഓർത്തോണം. അടുത്തത്, അപ്പോൾ ആ 2 എണ്ണേ നിങ്ങളുടെ വർക്ക് ഷീറ്റിൽ തന്നിട്ടുള്ളൂ. ഒന്നാമത് നമ്മൾ പഠിച്ചത് ലാർജസ്റ്റും സ്മാളസ്റ്റും ഒക്കെ എന്താണെന്നാണ്. ഓക്കെ. രണ്ടാമത് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും നിങ്ങളിപ്പോൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചെറുതിൽ നിന്നും വലുതിലോട്ടാണെങ്കിൽ എന്താ? അത് അസെൻഡിങ്ങും, വലുതിൽ നിന്നും ചെറുതിലോട്ടാണെങ്കിൽ അത് ഡിസെൻഡിങ് ആവും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഡിസെൻഡിങ് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഏതെഴുതും? ഇതെഴുതും. അത് കഴിഞ്ഞിട്ട് ആദ്യം വലുത് ഇതെഴുതും. അത് കഴിഞ്ഞ് ഇത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത നമ്മളോട് എഴുതിയത് നമ്പർ നെയിം എഴുതാനാണ് ചോദിക്കുന്നത്. എന്താ? മൂന്നാമത് നിങ്ങളോട് വർക്ക്ഷീറ്റിൽ ചോദിച്ചത് നിങ്ങൾ നമ്പർ നെയിം എഴുതൂ. നമ്മൾ നമ്പർ നെയിം എഴുതുമ്പോൾ ചെല്ലി നോക്കിയിട്ട് ചാടി കയറി അതും എഴുതി വെക്കരുത്. എന്താ കുഞ്ഞുങ്ങളെ? നല്ലതുപോലെ പറഞ്ഞു നോക്കണം. 1s 10s 100 1000 10,000 10,000 ആകുമ്പോൾ 2 എണ്ണം 53 കണ്ടോ? സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് അറിയണേ. 53 എന്ന് പറയുന്നത് എന്താണ്? 1000 ആണ്. അപ്പോൾ 53,000 701 എക്സർസൈസ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതുപോലെ നോക്കണേ. അടുത്ത് നോക്കിക്കേ, 91 001. എപ്പോഴും ചെല്ലി നോക്കണം. ഇവിടുന്ന് അങ്ങോട്ട് 1s 10s എന്ന് ചെല്ലി നോക്കണം കേട്ടോ. 91,001 1s 10s 100 1000 10,000 ലാക്ക്. അപ്പോൾ ഇത് ലാക്കിൻ്റെ കുടുംബം, ഇത് 1000ൻ്റെ കുടുംബം ഇല്ലേ? അപ്പം 8 ലാക്ക്. പിന്നെ ഇവിടെ ആരാ? 8 8,000 800 8. ചാടി കയറി എഴുതി വെക്കല്ലേ കേട്ടോ. ഇങ്ങനെ ചെല്ലി നോക്കണം, പറഞ്ഞു നോക്കണം. 1s 10s 100 1000 10,000 ലാക്ക് അല്ലേ? അപ്പോൾ 8 ലാക്ക് 8,000 800 8. ഓക്കെ. അടുത്ത് നോക്കിക്കേ, 1s 10s 100 1000 10,000 ലാക്ക്. അപ്പോൾ ലാക്കിൻ്റെ 4ഉം 1000ൻ്റെ 4 ലാക്ക് 40,000 400 4.
അടുത്ത് നോക്കിയേ 1s 10s 100 1000 10,000 ലാക്ക് 9 ലാക്ക് നോക്കി. ഇതിൻ്റെ ഇടയ്ക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ ഒരു 9 ലാക്ക് 9 കേട്ടോ. അടുത്ത 1s 10s 100 1000 10,000 ലാക്ക് 6 ലാക്ക് 8,000 600 അല്ല 300 16 പറയാൻ അറിയണേ കുഞ്ഞുങ്ങൾ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എടുക്കേണ്ടത്. 1s 10s 100 1000 10,000 ലാക്ക്. എത്ര ലാക്ക്? 6 ലാക്ക് അല്ലേ. 8,000 300 16 കേട്ടോ. ഇത് ഇത്രയൊക്കെ ഒരെണ്ണം എഴുതുന്നതിന് ചിലപ്പം 1 മാർഗ്ഗ. അപ്പം നമ്മളിപ്പോൾ 4 എണ്ണം എഴുതിയാൽ 4 മാർഗ്ഗൊക്കെ എളുപ്പം മേടിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ. ഓക്കെ ആണല്ലോ. ഇനി ഫില്ലപ്പാണ് ഇപ്പോൾ അടുത്ത വർക്ക് ബുക്കിൽ ചോദിച്ചേക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചല്ലോ ദ സ്മാളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ഏതാ കുഞ്ഞുങ്ങളെ? സ്മാളസ്റ്റ് 5 ഡിജിറ്റ് എന്ന് എഴുതുമ്പോൾ 1 2 3 4 5 അഞ്ചല്ലേ ചോദിച്ചത്. അപ്പോൾ 5 1 2 3 4 5 കണ്ടോ. അങ്ങനെ എഴുതിക്കോണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അത് 1 മാർഗ്ഗം. ദ സ്മാളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ 10,000. സക്സസർ ഓഫ് എന്താ കുഞ്ഞുങ്ങളെ? ഈ സക്സസർ എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടില്ലേ? കേട്ടോണേ. സക്സസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൂട്ടുക. നമ്മളിപ്പോൾ സക്സസ് ആയി, ഞാൻ ഈ 2ാം ക്ലാസ്സിൽ സക്സസ് ആയി, 3ാം ക്ലാസ്സിൽ സക്സസ് ആയി എന്ന് വെച്ചാൽ 2ൽ നിന്നും അടുത്ത് നമ്മൾ എത്രയിലോട്ടാ? 10ലോട്ടാന്നോ? അല്ല, 3ലോട്ട് അല്ലേ. 2 സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ പിന്നെ 3 സ്റ്റാൻഡേർഡ്. 3ൽ നിന്നും സക്സസ് ആയെന്ന് പറഞ്ഞാൽ 4. അപ്പോൾ സക്സസ് എന്ന് കേൾക്കുമ്പോഴേ വിജയം അല്ലേ. അങ്ങ് ആ ക്ലൂ ഓർത്ത് വെക്കുക. ഒന്ന് കൂടുക. പക്ഷേ നീ പ്രെഡിസിസറാ എന്ന് വെച്ചാൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ പ്രെഡിസിസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറയ്ക്കുക. ഇപ്പം 9ൻ്റെ സക്സസർ ഏതാണ്? സക്സസർ ഏതാണെന്ന് ചോദിച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 10 മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 295ൻ്റെ പ്രെഡിസിസർ പ്രെഡിസിസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തൊട്ടൊന്ന് കുറയ്ക്കണം. 5ൽ നിന്ന് 1 പോയാൽ എത്ര? 294. ഇത് നല്ലതുപോലെ അറിയണേ കേട്ടോ. ഇതിൻ്റെ പഠിക്കാനുണ്ട്. സക്സസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സംഖ്യയാണോ തന്നത് അതിൻ്റെ കൂടെ 1 കൂട്ടുക. ഇപ്പം 2354 ഏതോ ആയിക്കോട്ടെ, എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, വേണേൽ 6 8 9 10 ഏത് വലിയ സംഖ്യ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ, അതിൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ 5ൻ്റെ കൂടെ 1 കൂട്ടി 6 9 8 6 4 5 3 2 ആ തന്ന സംഖ്യയുടെ ലാസ്റ്റിലത്തെ ആ നമ്പർ എന്ന് വെച്ചാൽ 1 കൂട്ടുക എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള 5 കഴിഞ്ഞ് 6. ഇപ്പോൾ പിടികിട്ടിയോ? ഏത് സംഖ്യ വന്നാലും അതിൻ്റെ സക്സസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 1 അങ്ങ് കൂട്ടുക എന്നാ കേട്ടോ. ഇനി ഏത് സംഖ്യയുടെ പ്രെഡിസിസർ ചോദിച്ചാലും ഞാൻ പറയാം 5 6 9 8 7 4 3 2 എന്തെങ്കിലും തന്നോട്ടെ. അതിൻ്റെ പ്രെഡിസിസർ എഴുതാനാ ചോദിച്ചതെങ്കിൽ ഇതിൽ നിന്ന് 1 കുറയ്ക്കുക. 2ൽ നിന്ന് 1 കുറച്ചേതാ? 1. ബാക്കിയുള്ളതിനെ അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ പിടികിട്ടിയോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? 5ാം ക്ലാസ്സിലെ CBSE അല്ലെങ്കിൽ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെയും CBSEയുടെ ഒക്കെ ടെസ്റ്റ് പ്രാവശ്യം എല്ലാം ഒന്ന് തന്നെയാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. അതുകൊണ്ട് എന്താ നമുക്ക് ടെസ്റ്റുകളൊന്നും വന്നിട്ടില്ല, വർക്ക്ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. സക്സസർ, പ്രെഡിസിസർ, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ഏറ്റവും വലിയ സംഖ്യ, ചെറിയ സംഖ്യ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ സക്സസറും പ്രെഡിസിസറും ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചു നോക്കിയേ, ഇതിൻ്റെ കൂടെ 1 കൂട്ടുക. 1 2 3 4 5 സംഖ്യ ഇത് തന്നെ ഉണ്ട്. അപ്പോൾ 1 6 ആവണം. 6 ആക്കണമെങ്കിൽ 1 2 3 4 5 6 ഈ ക്ലൂ ഒക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇതിൻ്റെ ഈ 5 9ൻ്റെ കൂടെ 1 കൂട്ടിയാൽ മൊത്തം 6 എണ്ണം വരണം കേട്ടോ കുഞ്ഞുങ്ങളെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 9 ആണെങ്കിൽ മൊത്തം കൂടെ കൂട്ടുമ്പം 5 മൊത്തം കൂടി ഇവിടെ 5 എണ്ണം വരണം. ഇതൊക്കെ പഠിച്ച് വെച്ചേക്കണേ, ചോദിക്കുവേ. അടുത്ത ദ ന്യൂമറൽ 4 lakh 4. ന്യൂമറൽസ് നോക്കൂ കുഞ്ഞുങ്ങളെ. 4 lakh 4 എന്ന് പറയുമ്പോൾ ചാടി കയറി അങ്ങ് എഴുതി വെക്കരുത്. 4 lakh എന്ന് എഴുതണം നമ്മൾ. 3 5 5 0 ലക്ഷത്തിനല്ലേ ലാക്കിന് വരുന്നത് കേട്ടോ. 4 lakh 4 അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയാൽ എത്ര വരുമെന്ന് കണ്ടോ. 4 lakh 4 അതിൻ്റെതായ നേരെ തന്നെ താഴെ എഴുതണം കേട്ടോ, ഇല്ലെങ്കിൽ തെറ്റിപ്പോവേ കേട്ടോ. 4 lakh 4. ഇനി 1 lakhനകത്തുള്ള എത്ര 1000 ഉണ്ട്? ഇത് പഠിക്കാൻ എളുപ്പം എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങളെ? ഇപ്പം നമ്മളോട് ചോദിക്കാം, നമ്മളോടിപ്പോൾ ചോദിച്ചാൽ എത്ര? 1 ലക്ഷം. ലക്ഷം എന്ന് കേൾക്കുമ്പോഴേ അല്ലെ ലാക്ക് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർക്കണം 5 0 തെറ്റല്ലേ? 5 0 അതിനകത്തിൽ എത്ര 1000 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000ന് എത്ര 0 ഉണ്ട് കുഞ്ഞുങ്ങളെ? 1000ന് 3 0 അല്ലേ? ആ 3 0 അതിനകത്ത് നിന്ന് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ബാക്കി എത്ര ഉണ്ടോ അതാണ്. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ അവിടെ എത്ര? 100 ആണ്. ഒരെണ്ണം കൂടെ ഞാൻ പറയാം കുഞ്ഞേ. ഇപ്പം 1 lakh അല്ലേ? 1 lakh എന്ന് കേൾക്കുമ്പോഴേ 5 0 ഇതിനകത്തിൽ എത്ര 10കളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എത്ര 10കൾ? 10ന് എത്ര? 1 0. അപ്പോൾ 1 0 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? ഓക്കെ, എത്ര? 10,000. ഇപ്പം പിടികിട്ടിയോ?
മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടെ പറയാം. ഇപ്പം 10,000 എത്ര 100 ഉണ്ട്? എത്ര 100 ഉണ്ട്? ഇപ്പോൾ പിടികിട്ടി കാണും അല്ലേ? എത്ര 100 ഉണ്ട് കുഞ്ഞുങ്ങളെ? 100ന് 2 പൂജ്യമാണ്. ആ 2 പൂജ്യം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 100. ഇതിപ്പോൾ നമ്മൾ ഈ ടെസ്റ്റിൽ ഇത് തന്നുകൊണ്ട് ഇത് തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. മാറ്റിയും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ. ഇപ്പം 100-നകത്തിൽ എത്ര 10 ഉണ്ട്? 100-നകത്ത് 100-നകത്തിൽ എത്ര 10 ഉണ്ട്? 10-ന് എത്ര 0 ഉണ്ട് കുഞ്ഞുങ്ങളെ? ഒരെണ്ണം. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 10. ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തേ നോക്കിക്കേ, നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് തന്നിരിക്കുക. അതായത് 3,08,550 + 1. നമ്മൾ ചാടി കയറി 3, 8, 5, 1 എന്ന് എഴുതുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും എഴുതരുത്. എപ്പോഴും എന്താ മാത്സിനകത്തിൽ എപ്പോഴും ട്വിസ്റ്റാ അല്ലേ? നോക്കൂ നിങ്ങളെ, 3 ലക്ഷം, ലക്ഷത്തിന് 5 പൂജ്യം, ലക്ഷത്തിന് 5 പൂജ്യം. പിന്നെ നോക്കി 8000 വൺസ്, ടെൻസ്, 100, 1000, 8000. എപ്പോഴും അങ്ങനെ എഴുതിയേ ചെയ്യാം കേട്ടോ. അടുത്ത 50 ആണ്. അപ്പോൾ ഇവിടെ വരും. അടുത്ത 1 ആണ്. കണ്ടോ, 1, 5, ഇവിടെ 0 ആണ്, ഇവിടെ 8 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 3 ആണ്. കണ്ടോ, ഇങ്ങനെ വരത്തുള്ളൂ. ചാടി കയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിക്കവാറും ഉള്ളവരെല്ലാം എന്താണെന്നറിയാം, ആദ്യം 3, പിന്നെ 8, പിന്നെ 5, 1 എന്ന് എഴുതി വെക്കും. അങ്ങനെ ഒരിക്കലും എഴുതി വെക്കരുത്. അത് ഇങ്ങനെ എഴുതിയേ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ താഴെ വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ഇന്ത്യൻ പ്ലേസ് വാല്യൂ. നമ്മൾ ഇന്ത്യൻ സിസ്റ്റമാണ് പൊതുവേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇൻ്റർനാഷണൽ ഒന്നും ആയില്ല അല്ലേ? ഇന്ത്യൻ പ്ലേസ് വാല്യൂവിൻ്റെ ഓർഡർ അറിയണം. വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോറ് കേട്ടോ. ആ ഓർഡർ അറിയണേ കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിനകത്തിലെ ചോദ്യം നോക്കി, റൈറ്റ് ദ നമ്പർ നെയിം ഫോർ ദ ഫോളോയിങ് ന്യൂമറൽസ് യൂസിങ് കോമാസ് ബിറ്റ്വീൻ പീരീഡ്. യൂസിങ് കോമാസ് ബിറ്റ്വീൻ പീരീഡ് കേട്ടോ. കോമാസ് ഇടാൻ നോക്കൂ കുഞ്ഞുങ്ങളെ. ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ കോമ ഇടാൻ നമുക്ക് നല്ലതുപോലെ അറിയണം. ഞാനിത് ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റവും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിനകത്തിൽ അതിനെക്കുറിച്ച് മാത്രം എളുപ്പ വഴിയിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് കേട്ടോ. ഇന്ത്യൻ സിസ്റ്റവും ബീനാസ് ലേണിംഗ് ക്ലാസ് എടുക്കുക. അതിനകത്തിൽ സ്ക്രോൾ ചെയ്ത് പോകണം. കാരണം കഴിഞ്ഞ വർഷം ആദ്യം ഇട്ട് ഇച്ചിരി ഒന്ന് ബാക്ക് അടിച്ച് പോകണം കേട്ടോ. ഈ വർഷത്തെ അല്ല കുഞ്ഞുങ്ങളെ, നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ കേട്ടോ. എന്ന് വെച്ചാൽ കുറേ ബാക്ക് അടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ എളുപ്പ വഴികളിൽ ഇത് ഇന്ത്യനും ഇൻ്റർനാഷണൽ സിസ്റ്റവും ഇതൊക്കെ പഠിച്ചിട്ട് വേണം. ഇനി 2 ആഴ്ചയും കൂടി ഇല്ലേ, പഠിച്ചിട്ടൊക്കെ വേണം പോകാൻ കേട്ടോ. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ കണക്കിലെല്ലാം മാത്സിനകത്തിൽ നമ്മൾ എന്താ പറഞ്ഞ് നോക്കുന്നതെന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? നമ്മൾ വൺസ് ഇവിടെ നിന്നാണോ വൺസ്, ടെൻസ്, 100 ചെല്ലുന്നത്? അല്ല, എപ്പോഴും എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ചെല്ലുന്നത് അല്ലേ? അപ്പോൾ ഇതെന്താ വൺസ്, ടെൻസ്, 100, 1000, 10,000 ഇങ്ങനെയാണ് ചെല്ലുന്നത്. അപ്പോൾ എന്താണെന്നറിയോ, ആദ്യത്തെ 3 എണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലെയാണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു, അതാരാ? വൺസ് പീരീഡാണ് അല്ലേ? നോക്കി, രണ്ടാമത്തെ ഇന്ത്യൻ അല്ലേ? അപ്പോൾ 2 എണ്ണം, പിന്നെയും 2, പിന്നെയും 2, പിന്നെയും 2, 2, 2 എന്നാണ്. ആദ്യത്തെ വീട്ടിൽ മാത്രമേ എന്തുള്ളൂ, ഈ 3 പേരുള്ളൂ. ബാക്കിയുള്ളതെല്ലാം 2, 2, 2. ആ ക്ലൂ ഓർത്ത് വെക്കണം. കാരണം ഇൻ്റർനാഷണൽ പഠിക്കുമ്പോൾ ഇങ്ങനെ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3, 2, 2 എന്നാണ് ഇന്ത്യൻ സിസ്റ്റത്തിൽ. നല്ലതുപോലെ പഠിക്കണേ. അപ്പം നോക്കിക്കോ കുഞ്ഞുങ്ങളെ, ഇവിടെ ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? 14. ഏത് വീടാണ് അത്? വൺസ്, ടെൻസ്, 100, 1000, 10,000. ഇത് 1000ൻ്റെ വീടാണ്. നിങ്ങൾ ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പം പഠിക്കാൻ പറ്റും. ഇത് ലാക്കിൻ്റെ വീടാണ്. സംശയമുണ്ടോ? ലാക്കിൻ്റെ വീടാണ് അല്ലേ? ഇപ്പോൾ ഈ ലാക്കിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? 49. അപ്പം നമ്പർ എഴുതിയിട്ട് വീട്ടുപേര് കൊടുത്താൽ മതി. അപ്പം നോക്കിയാൽ 49 ലാക്ക്, 35,000, ബാക്കി 87. ഇപ്പോൾ പിടികിട്ടിയോ? അതുപോലെ നോക്കിക്കേ, 3, 2, 2 അല്ലേ? ഇത് ആരുടെ വീടാണ്, ഇത് ആരുടെ വീടാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇത് ലാക്കിൻ്റെ വീടാണ്. അപ്പം 93 ലാക്ക്. ഇവിടെ ആരുമില്ല, ആ കുടുംബത്തിൽ ആരുമില്ല. എങ്ങാണ്ട് വിരുന്നിന് പോയിക്കോ, അവർ വീട്ടിൽ ആരുമില്ല. 2 പേരുണ്ടായിരുന്നു, പക്ഷേ അവരാരും അവിടെ ഇല്ല. ബാക്കി നോക്കിയേ 432. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത് നോക്കിക്കേ, വൺസ്, ടെൻസ്, 100 ഇവരുടെ വീട്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഓരോ വീടിനെ അങ്ങ് പെട്ടെന്ന് മാറ്റണം. 3, 2, 2 നോക്കിയേ 70. ആ വീട്ടിൽ ആരാ? നമ്പർ എഴുതുക, വീട്ടുപേര് എഴുതുക. 70 ലാക്ക്, 80,000, 200, 1. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത 3, 2, 2. അപ്പോൾ അതാ 10 ലാക്ക്, 11,000. ഇവിടെ ആരാ? 1 മാത്രമേ ഉള്ളൂ. ഇവരൊന്നും ആരുമില്ല. ഇവിടെ ലാസ്റ്റ് 1 മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം ഓരോ വീട്ടിലെ കാര്യങ്ങളാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ എളുപ്പം നമുക്ക് തെറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് 3,
2 2 നോക്കിക്കേ, ഇവരുടെ കുടുംബത്തിൽ 90 90 ലാക്ക്, 90യുടെ ഒക്കെ സ്പെല്ലിംഗ് അറിയണേ, ലാക്ക്. ഈ വീട്ടിൽ ഒരാളേ ഉള്ളൂ 5, 1000ൻ്റെ വീട്ടിൽ ഒരാളേ ഉള്ളൂ 5, അടുത്ത 430. ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഇതിലും ഇതായിട്ട് എളുപ്പവഴിയൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അങ്ങനെ കുറേ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ദാണ്ട ഞാൻ കുറേ എഴുതിയാം. നോക്കിക്കേ, പെട്ടെന്ന് അങ്ങ് വീട് തിരിച്ചാൽ മതി കുഞ്ഞുങ്ങളെ. 3 2 2 63 ലാക്ക്, 58,000 4. ഇവിടെ നോക്കിക്കേ, 3 83 71 ലാക്ക് 83,070. കണ്ടോ? അടുത്ത ഇത് നോക്കിയാൽ 1 സെറ്റ് 3 2 2 99 ലാക്ക് 99,999. കണ്ടോ? എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് വരണം കേട്ടോ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മൾ വീട് തിരിക്കുക 3 2 2. അപ്പോൾ എങ്ങനെ എഴുതും? 49 ലാക്കല്ലേ, 49 ലാക്ക് 4,078. ഇവിടെ നോക്കിക്കേ, കാരണം വീഡിയോ ഒത്തിരി ലെങ്ത് ആവുന്നതുകൊണ്ടാട്ടോ. ഞാനങ്ങ് പറയാം. നോക്കിയേ, 3 2 2. അപ്പോൾ 35 ലാക്ക് 20,179. ഓക്കെ, ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, 3 എണ്ണമാണ്, ഇവിടെ 2 ആണ്, ഇവിടെ 0 ആണെന്ന് വിചാരിച്ച് കളയല്ലേ കേട്ടോ. 3 2 2 ആണ് നമ്മുടെ ഓർഡർ. ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ചെല്ലുമ്പോൾ 3 2 2 എന്നാണ്. അപ്പോൾ എല്ലാം ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണ്ട, അതിനെ ഇത് കയറ്റി. അപ്പം 22 ലാക്ക് 50, കാരണം ഇതിൻ്റെ ഇടയ്ക്കൊന്നും ആരുമില്ല, 0യാ. അപ്പോൾ 22ഉം 50യേ ഉള്ളൂ. 22 ലാക്ക് 50 ആണ്. അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ കംപ്ലീറ്റ് ദ ടേബിൾസ് ബൈ റൈറ്റിംഗ് ദ പീരീഡ്, പ്ലേസ് ആൻഡ് പ്ലേസ് വാല്യൂ. നമ്മൾ ആദ്യം ഫസ്റ്റ് പഠിച്ചില്ലേ പീരീഡ്, പ്ലേസ് വാല്യൂ എഴുതാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബോക്സ് ഇട്ടിട്ട് കണ്ടോ, നിങ്ങൾ ഇതുപോലെ ടെസ്റ്റിൽ കണ്ട് ഇങ്ങനെ വരച്ചിട്ടിട്ടാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ പീരീഡും ഒക്കെ എഴുതാനാണ് കേട്ടോ. ഞാൻ എളുപ്പം പറയാം, എഴുതിക്കോണേ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 1 10 100 1000 10 ലാക്ക് 10 ലാക്ക്. നോക്കൂ നിങ്ങളെ, ഇവിടെ ഏത് പീരീഡിലാണ്? ലാക്കിൻ്റെ പീരീഡിലാണ് അല്ലേ? ഏത് പ്ലേസാണ്? 10 ലാക്കിൻ്റെ പ്ലേസിലാണ്. 10 ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? അതിൻ്റെ കൂടെ 7, അപ്പോൾ എത്ര? 70 ലാക്ക് 70 ലക്ഷം. ഇവിടെ നോക്കിയാൽ 1 10 100 1000 10,000. അപ്പോൾ ഇവിടെ എന്താവും നിങ്ങളെ? 1000 ആണ്. 1000 ഞാനങ്ങ് എഴുതാമേ. അപ്പോൾ നോക്കിയോ നിങ്ങളെ, അത്രയും സമയം പോകുന്നതുകൊണ്ട് നോക്കിയേ, ഓരോന്നിൻ്റെയും നമ്മൾ പറഞ്ഞായിരുന്നു പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 എണ്ണം 1ൻ്റെ പീരീഡിലും, പിന്നെ 1000ൻ്റെ പീരീഡ്, പിന്നെ ലാക്കിൻ്റെ പീരീഡാണെന്ന് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു അല്ലേ. അത് വെച്ച് ചെയ്യാനാണ് പറഞ്ഞത്. നോക്കി, ഇവിടെ നമുക്ക് 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ 1ൻ്റെ പീരീഡിലാണ്. അതിൻ്റെ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1C തന്നെയാണ് അല്ലേ. 9 ആണ് അവിടുത്തെ സംഖ്യ. ഇവിടെ നോക്കിയേ 4 എന്ന് വെച്ചാൽ 1 10 100 ഏത് പീരീഡിലാണ്? 1ൻ്റെ പീരീഡിലാണ് അല്ലേ. അത് നിൽക്കുന്നതോ 100ൻ്റെ സ്ഥാനത്താണ്. 1 10 100ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ 400. അടുത്തത് 8 1000ൻ്റെ കുടുംബത്താണ് അല്ലേ. എത്രാമത്തെയാ? 8 എന്ന് പറയുന്നത് 10,000 ആണ്. 80,000 80,000. നോക്കിയാൽ 4 എന്ന് വെച്ചാൽ ലാക്കിൻ്റെ പീരീഡിലാണ്. ഏത് പ്ലേസിലാണ് കിടക്കുന്നത്? ലാക്കിൻ്റെ പ്ലേസിൽ തന്നെയാണ് അത് കിടക്കുന്നതും. അപ്പോൾ 4 ലാക്ക്. അടുത്ത 1 10 100 1000. 8 എന്ന് പറഞ്ഞാൽ 1000ൻ്റെ പീരീഡിലാണ്. ഏത് സ്ഥലത്താണ് അത് കിടക്കുന്നത്? 1000ൻ്റെ പ്ലേസ് തന്നെയാണ്. പിന്നെ അപ്പോൾ 80,000. അടുത്ത 1 ക്വസ്റ്റ്യൻ അതുപോലെ എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. 1 എന്ന് പറയുന്നത് ലാക്കിൻ്റെ പീരീഡിലാണ്. പിന്നോ ലാക്കിൻ്റെ പീരീഡിലാണ്. ഏത് പ്ലേസിലാണ് കിടക്കുന്നത്? 10 ലാക്കിലല്ലേ. അപ്പം 10 ലാക്ക് ആണ് 10 ലാക്ക് കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, ഈ പീരീഡ് കേട്ടോ. പീരീഡ് എങ്ങനെയാണെന്ന് കണ്ട നല്ലതുപോലെ എഴുതിയെടുത്ത് മനസ്സിലാക്കണേ കേട്ടോ. ഞാൻ ആദ്യമേ അത് നല്ലപോലെ പറഞ്ഞുകൊണ്ടാണ് ഇത് ഇച്ചിരി സ്പീഡിൽ എടുത്തത് കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. റൈറ്റ് ദ ന്യൂമറൽസ് യൂസിങ് കോമാസ് ബിറ്റ്വീൻ പീരീഡ്. എങ്ങനെയാണെന്ന് നോക്കിക്കേ കോമാസ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു നമ്പർ നെയിം നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിജിറ്റിലോട്ട് എഴുതാനാണ്. നെയിം തന്നു കഴിഞ്ഞാൽ ചാടി കയറി 81. അപ്പം നമ്മൾ 81 അത് ലാക്ക് അങ്ങനെ എഴുതി വെക്കരുത് നിങ്ങൾ. അതിനുള്ള എളുപ്പവഴി 81 അല്ലേ. 81 ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 81 ലാക്കിന് 5 0 3 5 81 ലാക്ക് കണ്ടോ. 36,000 36,000 1000ന് 3 0. 200 96 കണ്ടോ. 6 9 2 3 6 1 8 കണ്ടോ. ഇങ്ങനെ വരും. മനസ്സിലായോ?
എപ്പോഴും ഇങ്ങനെ എഴുതാവൂ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ കേട്ടോ? എപ്പോഴും നമ്പർ നെയിം തരുമ്പോൾ ചാടി കയറി അങ്ങ് എഴുതരുത്. ഇങ്ങനെ എഴുതിയിടുമ്പോൾ നമുക്ക് ആൻസർ കറക്റ്റ്. അടുത്തൊക്കെ 34 ലാക്ക്. 34 ലാക്കിന് 5 പൂജ്യം. ലാക്കിന് 5. 34 ലാക്ക്. 17,000. 17 അല്ലേ? 17,000. 102. 102 ഇങ്ങനെ കൊടുക്കുക. 100 എന്ന് എഴുതിയിട്ട് 2 എന്ന് എഴുതിയാലും മതി. 2017143. 34 17 102. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇങ്ങനെ വേണം എഴുതാൻ. അടുത്ത 7 ലാക്ക്. 7 ലാക്ക്. ലാക്കിന് 5 പൂജ്യം. ഓക്കെ. 8,000. 8,000. 905. 905 ആണ്. 509807. 708,905. ഓക്കെ, കണ്ടോ? ഇങ്ങനെ എഴുതാവേ. അടുത്ത 40 ലാക്ക്. 40 എന്ന് വെച്ചാൽ 40. 40 അല്ലേ? 40 ലാക്ക്. 40 ലാക്ക് പുറത്താണല്ലേ. 40 ലാക്ക് എത്ര? 89,000. 89,000. 905. 905 എങ്ങനെ എഴുതാം? 50998004. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എങ്ങനെ എഴുതുമെന്ന് മനസ്സിലായോ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? അതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടി ഒന്ന് പറഞ്ഞേ. ഇതിൻ്റെ ആൻസർ എത്ര ആയിരിക്കും? 40 89 9,905. ഓക്കെ, കണ്ടോ? എപ്പോഴും ഇങ്ങനെ നമ്പർ നെയിം തരുമ്പോൾ ചാടി കീറി എഴുതരുത്. ഇങ്ങനെ എഴുതിയിടണം. കാരണം നേരെ 0 കണ്ടോ? ഇവിടെ ഒരു 0 വന്നതൊക്കെ കണ്ടോ? ഇടയ്ക്ക് 0 വരുന്നതൊക്കെ എങ്ങനെയാണെന്ന് അപ്പം നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മുടെ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 1ാമത്തെ പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ് കുഞ്ഞുങ്ങളെ കൊടുത്തത്. എന്ന് വെച്ചാൽ അതിനകത്തിലെ വർക്ക്ഷീറ്റിലെയാണ് കേട്ടോ. കമൻ്റ് ഒന്ന് പറയണേ കുഞ്ഞുങ്ങളെ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ കേട്ടോ. താങ്ക് യു കുഞ്ഞുങ്ങളെ, താങ്ക് യു.